ഹലോ, ഞാൻ ഡോക്ടർ രാജ്കുമാർ പ്രഭു. ഞാൻ ശ്രീ രാധാകൃഷ്ണൻ ആയുർവേദ ചികിത്സാലയ ജനറൽ സർജനാണ്. അപ്പോൾ ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വിഭവത്തിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്, ചിക്കൻ. അപ്പോൾ ഇന്നെൻ്റെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ, അതിൻ്റെ ദോഷങ്ങൾ എന്താണ്, അത് ഏതവസ്ഥയിൽ കഴിച്ചാലാണ് അത് ദോഷമാവാം, അത് കഴിച്ചാൽ എന്തൊക്കെ രോഗങ്ങൾ ഉണ്ടാവും എന്നുള്ളതിനെ കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ചിക്കൻ കഴിച്ചു കഴിഞ്ഞാൽ എന്താണ് പ്രധാന രോഗം എന്ന് പറഞ്ഞാൽ ക്യാൻസർ, അതേപോലെ കൊളസ്ട്രോൾ ഏറി ഉണ്ടാവുന്ന രോഗങ്ങൾ. ഫോർ എക്സാമ്പിൾ ഈ കാർഡിയാക് ഡിസീസസ്, സ്ട്രോക്ക്, എക്സെട്ര എക്സെട്ര എക്സെട്ര. അതേപോലെ എന്താ പറയുക, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ്, അതേപോലെ എന്താ പറയുക ഈ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ഡിസീസസ്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട് ഈ ചിക്കൻ എന്നുള്ള ഒരു അവസ്ഥയിൽ, ചിക്കൻ എന്നുള്ള ആഹാരം ഒരവസ്ഥയിൽ കഴിച്ചാൽ വരാവുന്ന രോഗങ്ങൾ. അപ്പോൾ ഈ ചിക്കൻ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ടൈപ്പ് ക്യാൻസർ, എസ്പെഷ്യലി ലൈക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, അതേപോലെ കോളൻ ക്യാൻസർ എല്ലാം ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ കാലിഫോർണിയ, നമ്മുടെ അറിയാം, US കാലിഫോർണിയയിൽ അവിടെ ഒരു ടെസ്റ്റ് നടത്തി എന്ന് പറഞ്ഞാൽ 100 ഗ്രിഡ് സാമ്പിൾസ് എടുത്തിട്ട് അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്തൊരു PHIP എന്ന് പറയുന്ന കെമിക്കൽ കോമ്പണൻറ്റ് കണ്ടു എന്നാണ് പറയുന്നത്. ഈ PHIP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഹൈലി റെക്കഗ്നൈസ്ഡ് കാർസിനോജൻ ആണ്. അത് ബേസിക്കലി ഉണ്ടാക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞ ഈ ക്യാൻസറുകളെല്ലാം ഉണ്ടാക്കാൻ സഹായിക്കും എന്നാണ് പറയുന്നത്. ഇത് എസ്പെഷ്യലി കാണുന്നതെന്ന് പറഞ്ഞാൽ ഈ ഹൈലി ഡയറക്റ്റ് ഹീറ്റ് എക്സ്പോഷർ ആവുമ്പോഴാണ് ഈ ഒരു കോമ്പണൻറ്റ് ഉണ്ടാവുന്നത് എന്നാണ് പറയുന്നത്. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞൊരു ഇതുണ്ട് എന്ന് പറഞ്ഞാൽ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ഇൻഫെക്ഷൻസ്. അപ്പോൾ അക്കോർഡിംഗ് ടു WHO, up to 80% of total antibiotic consumption is many countries is by animal agriculture section. ആലോചിക്കും, 80% ആൻറ്റിബയോട്ടിക്സ് ഇത് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ മിക്ക കൺട്രീസിലും ആനിമൽ അഗ്രികൾച്ചറൽ സെക്ഷൻസിലാണ്. അപ്പോൾ ഇത് ഓവർ യൂസും മിസ്യൂസൊക്കെ ഈ ആൻറ്റിബയോട്ടിക്സ് ചെയ്യുന്നത് ആനിമൽസിൻ്റെ മേലെയാണ്. അപ്പോൾ ഈ ഒരു ആഹാരമാണ് നാം മനുഷ്യൻ കഴിക്കുന്നത്. അപ്പോൾ more than 2.8 million antibiotic resistant infections occur in United States each year. ഓരോ വർഷവും 2.8 മില്യൺ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ഇൻഫെക്ഷനാണ് US ഉണ്ടാവുന്നത്. ജസ്റ്റ് ഇമാജിൻ. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയതെന്ന് പറഞ്ഞാൽ ചിക്കൻ എത്ര പണി തരുന്ന ഒരു സാധനമാണ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം ചിന്തിക്കണം. സോ ഇൻ ഷോർട്ട്, ഫ്രൈഡ് ചിക്കനും ഗ്രിൽഡ് ചിക്കനും വളരെ മോശമായിട്ടുള്ള ആഹാരമെന്നാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. അപ്പോൾ എനിക്കിത് തോന്നുന്നു നിങ്ങൾക്ക് ഈ ചിക്കൻ കഴിച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ദോഷങ്ങൾ എന്നുള്ളത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ ചിക്കൻ കഴിച്ച് കഴിഞ്ഞാലുള്ള ഗുണങ്ങൾ, അതെങ്ങനെ കഴിക്കാം, എങ്ങനെയാണ് അത് ആ രീതിയിൽ കഴിച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങൾ, അതിനെക്കുറിച്ചാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ സംസാരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരെ ബൈ ബൈ.